സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് അന്താരാഷ്ട്ര നാടകോത്സവം നേരിടുന്ന പ്രതിസന്ധിയിൽ വിശദീകരണവുമായി കേരള സംഗീത നാടക അക്കാദമി ഇറ്റ്ഫോക്ക് നടക്കാനിടയില്ലെന്ന പ്രചാരണം തെറ്റാണെന്നും നീട്ടിവെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും സെക്രട്ടറി കരിവെള്ളൂർ മുരളി പ്രസ്താവനയിൽ പറഞ്ഞു. സംഗീത നാടക അക്കാദമിക്കും സർക്കാരിനുമെതിരെ അവാസ്തവമായ പ്രചാരണങ്ങൾ ആസൂത്രിതമായി നടത്തുകയാണെന്നും കരിവെള്ളൂർ മുരളി ആരോപിച്ചു. 5 വർഷമായി തൃശൂരിൽ നടന്നുവരുന്ന അന്താരാഷ്ട്ര നാടകോത്സവം ഇത്തവണ നേരിടുന്ന പ്രതിസന്ധികൾ വ്യക്തമാക്കിയുള്ള ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് സംഗീത നാടക അക്കാദമിയുടെ വിശദീകരണം. സാമൂഹ്യ മാധ്യമങ്ങളിലും നാടക പ്രവർത്തകർക്കിടയിലും ചിലർ ഇറ്റ്ഫോക്കിനെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് സെക്രട്ടറി കരിവെള്ളൂർ മുരളി പറഞ്ഞു. ഗ്രാന്റ് ഇൻ എയ്ഡഡ് ഫണ്ട് ലഭിക്കാത്തതുമൂലവും സർക്കാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുമാണ് നാടകോത്സവം നീട്ടിവെക്കാൻ തീരുമാനിച്ചത്. ഇറ്റ്ഫോക്കിനുള്ള സ്പെഷ്യൽ ഫണ്ട് അനുവദിക്കാൻ കഴിയാത്ത വിധം സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെന്നും ഭരണാനുമതി ലഭിച്ച പദ്ധതി ഫണ്ട് തന്നെ 50% വെട്ടിക്കുറയ്ക്കേണ്ട സാഹചര്യമുണ്ടായതായും സെക്രട്ടറി പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം അക്കാദമിയുടെ വിശദീകരണം വന്നെങ്കിലും ഇറ്റ്ഫോക്ക് നീട്ടിവെക്കാനുള്ള തീരുമാനത്തിനെതിരെ കടുത്ത വിയോജിപ്പാണ് നാടക പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. ആദ്യകാലങ്ങളിൽ നമ്മളുടെ പ്രിയപ്പെട്ട നടൻ മുരളി എങ്ങനെയാണോ ഇതിനെ വിഭാവനം ചെയ്തത്, അതിനെ ഭംഗിയായിട്ട് കൂടുതൽ ഭംഗിയായിട്ട് ജനങ്ങളിലേക്ക് ഇത് ഇങ്ങനെ എത്തും. ആ മട്ടിൽ പുനരാലോചനകൾ നടത്തി ഗംഭീരമായിട്ട് വരും വർഷങ്ങളിലും നടത്തണം, ഈ വർഷവും നടത്തണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. ലോകത്തെ എല്ലായിടത്തും പ്രതിപക്ഷത്ത് നിൽക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാടകമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണവർഗങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നാടകത്തിന് അത്ര താല്പര്യം ഉണ്ടാവില്ല. സാമ്പത്തിക പ്രതിസന്ധി എന്ന കാരണം പറഞ്ഞ് നാടകോത്സവത്തോട് അവഗണന കാട്ടുന്ന സർക്കാർ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം അടക്കമുള്ള മേളകളുമായി മുന്നോട്ടു പോവുകയാണ്. ഗ്രാന്റ് ഇൻ എയ്ഡഡ് ഫണ്ട് ലഭിക്കാത്തതിനെ തുടർന്ന് നിരവധി സാംസ്കാരിക സ്ഥാപനങ്ങൾ പ്രതിസന്ധി നേരിടുകയാണെന്നും ഇതിനോടകം ആരോപണമുയർന്നിട്ടുണ്ട്. 2008 മുതൽ ആരംഭിച്ച നാടകോത്സവം മുൻപ് കോവിഡിനെ തുടർന്നാണ് ഒരു വട്ടം നടക്കാതിരുന്നത്. എന്നാൽ ഇത്തവണ പ്രതിസന്ധികൾ മൂലം മേള മാറ്റിവെക്കേണ്ടി വരുമെന്ന പ്രചാരണം ശക്തമായതോടെ പ്രതിഷേധവും ശക്തമാവുകയാണ്. ഈ നാട്ടിലെ കലകളുടെ ഇടയിൽ ഉണ്ടാകുന്നതിൻ്റെ അർത്ഥം എന്താണ്? സിനിമ ഒരു വ്യാവസായിക കലയാണ്. അതിന് ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ ഒരു പ്രാവശ്യം നടന്നില്ലെങ്കിലും അതിന് വലിയ കോട്ടമൊന്നും വരില്ല. പക്ഷേ നാടകം അങ്ങനെയല്ല. മനുഷ്യന്റെ ഇച്ഛാശക്തി കൊണ്ട് മനുഷ്യൻ നേരിട്ടിടപെടുന്ന ഒരു കലയാണ്. അതിനുണ്ടാകുന്ന മുടക്കം, അതിനുണ്ടാകുന്ന താല്പര്യക്കുറവ് അല്ലെങ്കിൽ പ്രോത്സാഹനമില്ലായ്മ അത് നിലച്ചു പോകാൻ വളരെ എളുപ്പത്തിൽ സഹായിക്കും. അന്താരാഷ്ട്ര നാടകോത്സവം നീട്ടിവെക്കാനുള്ള തീരുമാനത്തെ എതിർത്ത് വിവിധ സംഘടനകളും സാംസ്കാരിക സിനിമാ പ്രവർത്തകരും ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ അഭിമാനമായ മേള നടത്തുന്നതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് ആവശ്യങ്ങൾ ഉയരുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.